ശ്രീലക്ഷ്മി, നമുക്കറിയാം മഴ കനക്കുമ്പോൾ എപ്പോഴും കുട്ടനാട്ടുകാർക്ക് ഇന്നും ആശങ്കയാണ്. കുട്ടനാട്ടിലെ പൊങ്ങ പാടശേഖരം വെള്ളത്തിൽ മുങ്ങിയതോടെ കർഷകർ പ്രതിസന്ധിയിലായി. വിത്ത് വിതച്ച് 12 ദിവസമായ പാടമാണ് വെള്ളത്തിൽ മുങ്ങിയത്. പാടത്തെ വെള്ളം വറ്റിക്കാൻ സർക്കാർ നൽകിയ പമ്പ് പണിമുടക്കിയതാണ് വെള്ളം കയറാൻ കാരണമെന്നാണ് കർഷകർ പറയുന്നത്. കർഷകർ വിത്ത് വിതച്ച വെറും 12 ദിവസമായ പാടമാണ് ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നത്. ഇടവിട്ട് പെയ്യുന്ന മഴയിൽ വെള്ളം നിറഞ്ഞതല്ല ഈ പാടശേഖരത്തിൽ, മറിച്ച് സർക്കാർ സൗജന്യമായി നൽകിയ പമ്പ് കൃത്യമായി പ്രവർത്തിക്കാതിരുന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഈ പാടശേഖരം ഇങ്ങനെ വെള്ളക്കെട്ടായി മാറിയത്. പമ്പ് സ്ഥാപിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾക്കായി 4 ലക്ഷം രൂപയോളം കർഷകർ ഇതിനോടകം ചിലവിട്ടു. മാത്രമല്ല 4 തവണ പമ്പ് മാറ്റിയിട്ടും ഫലമുണ്ടായില്ല. 4ാമത്തെ പമ്പാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇതിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞത് 10 ദിവസം ഓടും, പിന്നെ ഓഫായി, പിന്നെയും 10 ദിവസം ഓടും. അതിനനുസരിച്ച് നമുക്ക് സമയനഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ 1 ഏക്കറിന് ഒരു 25,000 രൂപ വെച്ച് ഒരു കൃഷിക്കാരന് ചെലവുണ്ട് ഈ പാടത്തിന്റെ മറ്റു കാര്യങ്ങൾ. ഇപ്പം 5-ാം തീയതി ജൂൺ 10-ാം തീയതി വിതയ്ക്കേണ്ട പാടം ഇപ്പം ജൂലൈ 5-ാം തീയതിയാണ് വിത തുടങ്ങിയത്. ഇതുവരെ ഇത്രയും ദിവസമായി ഈ കാറ്റാടിപ്പുരമായപ്പോൾ ഇപ്പം മഴ പെയ്തപ്പോഴേ ഒരു 100-140 ഏക്കറോളം വെള്ളത്തിനടിയില്ല. ഞങ്ങളുടെ വിത്ത് 3 ദിവസമായി മുങ്ങിയിട്ട് അതിനുള്ള മഴയൊന്നും ഇപ്പം പെയ്യില്ല. ഇതിനെപ്പോലെ തന്നെ കാറാണ് ഞങ്ങളുടെ ഇങ്ങനെ കിടക്കുക. ഈ പറഞ്ഞ വെള്ളത്തിന്റെ 10-12 ദിവസമൊക്കെ ആയുള്ളൂ. ഇപ്പം 3 ദിവസമായി മുങ്ങിയിരിക്കുന്നു. ഇനി ഇതിനകത്ത് ഒന്നും കിട്ടുന്നില്ല. പാടശേഖരത്തിൽ വിത്ത് വിതയ്ക്കാൻ മാത്രമായി കർഷകർക്ക് 1 ഏക്കറിന് ചിലവായത് 25,000 രൂപയ്ക്ക് മുകളിലാണ്. ആ വിത്താണ് ഇങ്ങനെ നശിച്ചു പോയിരിക്കുന്നത്. ശക്തി കൂടിയ പമ്പ് സ്ഥാപിക്കണം, അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കി നൽകണം. ഇതാണ് കർഷകരുടെ പ്രധാന ആവശ്യം. റിപ്പോർട്ടർ, ആലപ്പുഴ.